നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോകാം. അവിടെ നഗരസഭയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ PPE കിറ്റുകളും 165 മൊബൈൽ ടാബ്ലറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വാങ്ങി ഉപയോഗിക്കാതിരുന്ന PPE കിറ്റുകളാണിത്. ഉപയോഗിക്കാത്ത നിലയിൽ ഫർണിച്ചറുകളും കണ്ടെത്തിയെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. കുറെ കാലമായി അടച്ചിരിക്കുന്ന ഫീഡിംഗ് റൂം വൃത്തിയാക്കാനായി തുറന്നപ്പോഴാണ് ഇവ കണ്ടെത്തുന്നത്. 2011 നിർമ്മിച്ചതായിട്ടാണ് ഈ ടാബിന്റെ കവറിൽ കാണുന്നത്. അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി മേയർ AK ഹഫീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എങ്ങനെയായാലും ഒരു 250 എണ്ണം ഉണ്ടായിരുന്നിരിക്കാം എന്നൊരു അസംഷനാണ്. ഈ ആൻഡ്രോയിഡിൻ്റെ ആ ആരംഭ കാലഘട്ടത്തിലുള്ള ടാബാണ്. ഒരു 1 കോടി രൂപയുടെയെങ്കിലും സാധനം ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളെ കണക്കൂട്ടൽ. പലരും ഓടി നടന്നൊരു കാലഘട്ടമുണ്ട് PPE കിറ്റ് ഇല്ലാതെ. അപ്പോൾ ഈ PPE കിറ്റ് ഇനി നമുക്ക് ഉപയോഗിക്കാൻ കണ്ടില്ല. ഞങ്ങൾക്കിപ്പോൾ എക്സ്പയറി ചെയ്തിട്ട് 2025. ഇനി ഇത് ആർക്കും കൊടുത്ത് ഉപയോഗിക്കും. ഇത് കത്തിച്ച് കളയാൻ പഴയ നിയമവും ഇല്ല ഇപ്പോൾ. എന്തായാലും ഇതിൻ്റെ പേരിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ കൊല്ലം കോർപ്പറേഷൻ്റെ പല തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഉപയോഗവുമില്ല, ഒരു റിട്ടേണും ഇല്ലാതെ എല്ലാ മാസവും നമുക്ക് വീണ്ടും ബാധ്യത മാത്രം ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. നമ്മൾ ആർക്കായിരിക്കും അന്വേഷണ ചുമതല? ആർക്കായിരിക്കും? കോർപ്പറേഷൻ സെക്രട്ടറിയല്ലേ ഇപ്പോൾ ചുമതലപ്പെടുത്താൻ പറ്റും. സ്വാന്തന സാജു ഉണ്ട്. സ്വാന്തന, ഒരു ഫർണിച്ചർ പറയുമ്പോൾ വളരെ ഈസിയാണ്. കത്തിച്ചു കളഞ്ഞാൽ മതി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ജനങ്ങളുടെ നികുതി പണമാണ്. ആരാണിത് വാങ്ങിയത്? എന്തിനാണിത് വാങ്ങിയത്? ഉപയോഗിക്കാനല്ല എങ്കിൽ പിന്നെ എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം? ഈ അഴിമതിക്ക് പിന്നിൽ ആരാണ്? കൃത്യമായിട്ടത് മനസ്സിലാക്കണം സ്വാന്തന. അതോടൊപ്പം തന്നെ ഇത്ര നാൾ, ഇപ്പോൾ 2011 എക്സ്പയറി ഡേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10-15 വർഷം കഴിഞ്ഞു. ഈ 15 വർഷത്തിനിടയിൽ ഒരു ചെറിയ പരിശോധന പോലും ഈ ഫീഡിംഗ് റൂമിനകത്തോ ആ പരിസരത്തോ ഉണ്ടായില്ല. ഇപ്പോഴാണോ ഈ വലിയ കൊള്ളയുടെ അഴിമതിയുടെ ഒരു വിവരം കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ അധികാരികൾക്കെങ്കിലും ബോധ്യപ്പെടുന്നത്? സ്വാന്തന. അഷിയാസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കോർപ്പറേഷനിലാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കോർപ്പറേഷനുള്ളിലേക്ക് കയറി വരുമ്പോൾ ആ തൊട്ട് മുന്നിലായി കാണുന്ന ഒരു റൂമാണ് ഈ ഫീഡിംഗ് റൂം. ഈ ഫീഡിംഗ് റൂം ഇന്ന് തുറന്ന് പരിശോധിച്ചപ്പോഴാണ്, ഇപ്പോൾ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്, പക്ഷേ ഇത് തുറന്ന് രാവിലെ പരിശോധിച്ച സമയത്താണ് ഇതിനുള്ളിൽ നിന്നും ഇത്രയും അധികം ടാബ്ലറ്റുകൾ കണ്ടെടുത്തിരിക്കുന്നത്. അതൊരു പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അതാണ് ഇതിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 165 എണ്ണം ഉണ്ട് എന്നിപ്പോൾ കോർപ്പറേഷൻ അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് പ്രധാന കാര്യം ഷിയാസ്, ഇത് ആര് ഏത് കാലത്ത് എന്തിന് വാങ്ങിയത് ഒരു തരത്തിലുള്ള അറിവും ഇല്ല എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഈ റൂം ഇങ്ങനെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസമാണ് മേയർ ഈ റൂമൊക്കെ ഒന്ന് തുറന്ന് വൃത്തിയാക്കി അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആക്കാൻ ഒരു നിർദ്ദേശം ഇവിടെ ഉള്ള ആളുകൾക്ക് നൽകിയത്. അതിന് പിന്നാലെയാണ് ഈ റൂം തുറക്കുകയും ഇന്നിപ്പോൾ അതിന്റെ ക്ലീനിങ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ 165 ടാബുകൾ ഇതിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2 അനുമാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഉള്ളത്. ഒന്ന്, 2011 കാലത്ത് സെൻസസ് ഡ്യൂട്ടിക്ക് വേണ്ടി അന്നത്തെ എന്യൂമറേറ്റർമാർക്ക് ടാബ്ലറ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാകാം എന്നുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. മറ്റൊന്ന്, ഈ 2011 സമയത്ത് തന്നെ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെയൊക്കെ ഭാഗമായിട്ട് അന്നത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെറിയ തുകയ്ക്ക് ഈ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബെല്ല് അവർ ഈ ടാബ്ലറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. MHRD ആണ് അതിൻ്റെ പ്രോജക്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നത്. ആകാശ് ടാബ്ലറ്റ് പ്രോജക്റ്റ് എന്നായിരുന്നു അതിൻ്റെ ഒരു പേരൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ടാബ്ലറ്റുകളാണോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. പക്ഷേ നമ്മൾ അധികൃതരുമായൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതൽ സാധ്യത ഈ പറഞ്ഞതുപോലെ തന്നെ എന്യൂമറേറ്റർമാർക്ക് അന്നത്തെ സെൻസസ് ഡ്യൂട്ടി ചെയ്തിരുന്ന എന്യൂമറേറ്റർമാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മേയർ അടക്കമുള്ള ആളുകൾ എന്തായാലും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എന്തിനു കൊണ്ടുവന്നത് എന്നുള്ള കൃത്യമായ ഒരു അന്വേഷണമാണ് ഇനിയിപ്പോൾ നടക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും കോർപ്പറേഷൻ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുവാൻ വേണ്ടി മേയർ ഇപ്പോൾ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അഡീഷണൽ സെക്രട്ടറി പോസ്റ്റിൽ ഇവിടെ നിലവിൽ ഇപ്പോൾ പദ്ധതികൾ പ്രഖ്യാപിക്കുക, അതിന്റെ ഗുണഭോക്താക്കളെ ഓരോന്നൊക്കെ പറഞ്ഞ് ആശിപ്പിക്കുക, അതിനുവേണ്ടി ടെൻഡർ വിളിച്ച് വലിയ തുകയൊക്കെ കോട്ട് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അതാർക്കും ഉപകാരപ്പെടുകയുമില്ല. അതിനാവശ്യമായിട്ടുള്ള കമ്മീഷൻ വാങ്ങേണ്ടവർ അതൊക്കെ വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. എൻ്റെ അറിവിൽ ഈ കൊല്ലം നഗരസഭ എന്ന് പറയുന്ന ഇപ്പോഴാണ്, ഈ കഴിഞ്ഞ ടേമിലാണ് ഇപ്പോൾ UDF അധികാരം പിടിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് പതിറ്റാണ്ടുകളോളം ഇടത് ഭരണമായിരുന്നു, CPM ഭരണമായിരുന്നു കൊല്ലത്ത്. അപ്പോൾ 2011 എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ ഉപകരണങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ്. ഉത്തരവാദികൾ പുറത്തു വരികയും വേണം, വിശദമായ അന്വേഷണം ഉണ്ടാവുകയും വേണം. സ്വാഭാവികമായും ആ കാലഘട്ടത്തിലെയൊക്കെ ഭരണകർത്താക്കൾ, ആ സമയത്തെ ആ ഒരു ആരൊക്കെയാണോ മേയറായിട്ടിരുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്നത്, ഉദ്യോഗസ്ഥരാരൊക്കെയാണ്, ഇവരെല്ലാം മറുപടി പറയേണ്ടി വരില്ലേ സ്വാന്തന?
തീർച്ചയായിട്ടും ഷിയാസ്, അവർ മറുപടി പറയേണ്ട വിഷയം തന്നെയാണ്. കാരണം ഒന്നും രണ്ടും ഒന്നുമല്ല, 165 ടാബുകളാണ് ഇത്തരത്തിൽ പൊടി പിടിച്ച് കിടക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിന് മറ്റ് ഒരു വഴി ഉണ്ടാകുമല്ലോ. കാരണം കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് അതിനകത്ത് കെട്ടിക്കിടക്കുന്നത്. ഇത് 2011-12 കാലയളവിൽ നിർമ്മിച്ച ടാബുകളാണെന്ന് അതിനുള്ളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രയും വർഷങ്ങൾ പിന്നിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അത് എത്തിയിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ അത് ഓണാകുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ഈ സമയത്തിനുള്ളിൽ അത് എന്തുകൊണ്ട് അത് കൃത്യമായ ആളുകൾക്ക് കൈമാറിയില്ല? ഇനി അത് ആർക്കും കൈമാറാനുള്ളതായിരുന്നില്ലെങ്കിൽ എന്തിനത് ഇവിടെ കൊണ്ടുവന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുമ്പിരുന്ന ഭരണസമിതികൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം പറയേണ്ടത് തന്നെയാണ്. ഈ സെൻസസ് ഡ്യൂട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എങ്കിൽ പോലും അത് പിന്നീട് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല, അത് ഉപയോഗിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്, അല്ലെങ്കിൽ അത് എന്താണ് പിന്നെ ചെയ്യേണ്ടിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻ ഭരണസമിതികൾ വ്യക്തമാക്കേണ്ടതാണ്. അത് മാത്രമല്ല ഷിയാസ്, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ ഫോണുകൾ ഈ ടാബ്ലറ്റുകൾ മാത്രമല്ല കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇവിടെ തൊട്ടടുത്ത ഗോഡൌണിൽ കെട്ടുകണക്കിന് PP കിറ്റുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇതുവരെ ഉപയോഗിക്കാത്ത PP കിറ്റുകൾ കെട്ടിക്കിടക്കുകയാണ്. അതും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമുണ്ട്. അത് മാത്രവുമല്ല തൊട്ടടുത്ത റൂമുകളിലൊക്കെ തന്നെ ഉപയോഗിക്കാത്ത ഫർണിച്ചറുകൾ, സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. പുതിയ ഭരണസമിതി വന്ന ഇതൊക്കെ തുറന്നു നോക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് എന്നാണ് മേയറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ റിപ്പോർട്ടർ ടിവിയോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഉപയോഗിക്കാത്തയൊക്കെ സാധനങ്ങളുടെ കണക്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ കൊല്ലം കോർപ്പറേഷൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ അന്വേഷണം എന്തായാലും കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ട്. ഈ ടാബ്ലറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും PP കിറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കറിയാം PP കിറ്റുകൾ ഇല്ലാതെ കോർപ്പറേഷനുകളും ആശുപത്രികളും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന സമയം പോലും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്രയധികം സാധനങ്ങൾ ഒരു കോർപ്പറേഷന്റെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഷിയാസ് ഉണ്ടായിരിക്കുന്നത്. മുൻ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണസമിതി എന്തായാലും അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ അവർ മറുപടി പറയണം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് കൊല്ലം നഗരസഭയിലെ ഫീഡിംഗ് റൂമിൽ ഇത്ര നാൾ അടച്ചു പൂട്ടിയിരുന്ന ഫീഡിംഗ് റൂമിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറന്നപ്പോഴാണ് ഇത് കാണുന്നത്. 2011 നിർമ്മിച്ച ലാപ്ടോപ്പുകളാണ്, 165 ടാബുകളാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഫർണിച്ചറുകൾ വെറുതെ കൂട്ടിയിട്ടിരിക്കുന്നു. PPE കിറ്റുകൾ കോടിക്കണക്കിന് രൂപയുടെ മുതലാണ്, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിച്ചതാണ്. എന്താണെങ്കിലും അത് വാങ്ങിയ ആളുകൾക്ക് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ, അവർക്ക് ഈ പണം പാഴായിപ്പോന്ന് വരെ ബുദ്ധിമുട്ടൊന്നും തോന്നാനിടയില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് മുടക്കുന്ന പണമല്ല, ഇത് ജനങ്ങളുടെ പണമാണ്, സർക്കാരിൻ്റെ പണമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പണമാണ്. അപ്പോൾ അവർക്ക് വാങ്ങാനുള്ളതൊക്കെ വാങ്ങി കമ്മീഷൻ പോക്കറ്റിലോട്ട് അവർ പുട്ടടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്വേഷണം, വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കേണ്ടത്. കത്തിച്ച് കളയാൻ പോവുകയാണ് ആ മുതൽ. ആർക്കും അത് ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ചെയ്തത്, ആരാണ് ഈ അഴിമതിക്ക് പിന്നിൽ, ആരൊക്കെ അതിന് കൂട്ടുനിന്നിട്ടുണ്ട്, എല്ലാ വിഷയങ്ങളിലേക്കും വിശദമായ അന്വേഷണം നടക്കട്ടെ.